ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രേസി ജുവാൻ. ഇത് കുറച്ച് നാൾ മുൻപുള്ളൊരു വീഡിയോ ആണ്. ഞങ്ങളൊരു ചെറിയ യാത്ര പോയതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു. വീഡിയോയിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തോട്ട് പോകുന്ന വഴിയാണേ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, ആ പാറയാണ് ജടായു പാറ. കൊല്ലത്ത് ചടയമംഗലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പമാണിത്. ആദ്യമായിട്ട് അത് കാണുന്നതിൻ്റെ ആകാംക്ഷ ഞങ്ങളിൽ എല്ലാവരിലും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ജടായു എർത്ത് സെൻറ്ററിലെത്തി. ചേച്ചിയും ചേട്ടനും മോളും ഞങ്ങളുമായിട്ടാണ് പോയത്. കേബിൾ കാർ വഴിയോ കാൽനടയായോ നമുക്ക് ജടായു പാറയുടെ മുകളിലെത്താം. നിലവിൽ കേബിൾ കാറിൻ്റെ സൗകര്യം മാത്രമേ ഉള്ളൂ. നടക്കാനായിട്ട് 826 പടികളാണുള്ളത്. എന്തായാലും കേബിൾ കാറിൽ പോയത് ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് കേബിൾ കാറിൽ പോകുന്നത്. വാവ്, സൂപ്പർ! എന്തായാലും നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ജടായുപ്പാറ. അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള ദൃശ്യങ്ങളാണിതെല്ലാം. വളരെ മനോഹരമാണ്. ശ്രീ രാജീവ് അഞ്ചലാണ് ഇതിൻ്റെ ശില്പി. 15,000 സ്ക്വയർ ഫീറ്റ് പാറപ്പുറത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 61 മീറ്റർ നീളവും 46 മീറ്റർ വീതിയും 21 മീറ്റർ ഉയരവുമുള്ള ഈ പ്രതിമ സിമൻറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. രാമായണത്തിലെ ജടായു എന്ന പക്ഷിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീരാമൻ്റെ 14 വർഷത്തെ വനവാസകാലത്താണ് ലങ്കയിലേക്ക് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഈ മലയുടെ മുകളിൽ വെച്ചാണ് ജടായു എന്ന പക്ഷിയും രാവണനും തമ്മിലുള്ള യുദ്ധം നടന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഈ പാറപ്പുറത്ത് വെച്ചാണ് ജടായു ചിറകറ്റി വീഴുന്നത്. സീതാദേവിയുടെ അനുഗ്രഹത്താൽ ശ്രീരാമൻ തിരക്കി വരുന്ന സമയം വരെ ജടായുവിന് ജീവനുണ്ടായിരുന്നു. ജടായു ശില്പത്തിനരികിലായി ഒരു രാമക്ഷേത്രവും ശ്രീരാമപാദം പതിഞ്ഞ സ്ഥലവുമുണ്ട്. രാവണൻ്റെ വാളിനാൽ തൻ്റെ ഒരു ചിറകറ്റു പോയ ജടായുവിൻ്റെ മുഖത്തെയാണ് ശില്പി ഇവിടെ മനോഹരമാക്കി തീർത്തിരിക്കുന്നത്. വേദന കൊണ്ട് പുളയുന്ന ജടായുവിന് രാവണനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, ഭാവമുണ്ട്. അതാണ് ഈ ജടായു ശില്പത്തിൻ്റെ പ്രത്യേകത. രാവണൻ്റെ കയ്യിൽ നിന്ന് സീതയെ രക്ഷിക്കാൻ ജടായു എന്ന പക്ഷി കാണിച്ച ധൈര്യവും ത്യാഗവും വുമൺ സേഫ്റ്റി ആൻഡ് ഹോണറിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. തീർച്ചയായും സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ആദരവിനും വേണ്ടിയുള്ള ഒരു പക്ഷിശില്പം. ഇതിനുള്ളിലായി മ്യൂസിയത്തിൻ്റെ പണി പൂർത്തീകരിച്ച് വരികയാണ്. പാറയുടെ മുകളിൽ നിന്ന് ചുറ്റുമുള്ള പ്രകൃതി ആസ്വദിക്കുന്നത് പോലെ തന്നെ കേബിൾ കാറിലൂടെയും പ്രകൃതി ആസ്വദിക്കുന്നത് വളരെ ഒരു വേറിട്ട അനുഭവമായിരുന്നു. പാറക്കൂട്ടങ്ങളും ചെറിയ മലകളും
ഹെലിപാഡും കുളങ്ങളുമൊക്കെ നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയായി മാറി. അതിമനോഹരമായ പ്രകൃതിയും അതിലേറെ ജടായുവിൻ്റെ ശില്പവും കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.